നിങ്ങൾ ഇതിനു മുമ്പ് സ്കേറ്റിംഗ് ചെയ്തിട്ടുണ്ടോ? പേടിക്കണ്ട, ഇപ്പൊ അതിനുള്ള വഴി ഉണ്ടാക്കി തരാം. ഈ ആസനം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടുണ്ടാവില്ല. ഇതിന്റെ പേരാണ് ചർക്കാസനം. അതിനെ കുറിച്ച് എണ്ണ കൂടെ വേണം. മേഡം, നിങ്ങൾ 5 മിനിറ്റ് മുമ്പല്ലേ ഓഫീസിലേക്ക് പോയത്? പിന്നെന്തിനാ എത്ര പെട്ടെന്ന് തിരിച്ചു വന്നേ? ഓഹോ കുട്ടികളെ, ഞാൻ 5 മിനിറ്റ് മുൻപല്ല ഓഫീസിൽ പോയത്. ഞാൻ രാവിലെയാണ് ഓഫീസിൽ പോയത്. അപ്പോൾ നിങ്ങളെല്ലാം ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ അറിയാഞ്ഞത്. നിങ്ങൾ എന്തൊക്കെയായി കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇങ്ങനെയുള്ള കുസൃതികളൊക്കെ നിങ്ങൾ എപ്പോഴാണ് നിർത്താൻ പോകുന്നത്? എപ്പോൾ? ഞങ്ങളൊക്കെ കുട്ടികളല്ലേ, അതുകൊണ്ട് കുട്ടികളെ കാണിച്ചല്ലേ പറ്റുള്ളൂ. പൂച്ചകളാവുമ്പോ കുറച്ച് വികൃതികളൊക്കെ പതിവല്ലേ മേഡം? വെല്ലുവിളിയാ, മേഡം പറഞ്ഞത് എന്താന്ന് വെച്ചാ, നിന്നോട് ഞാൻ പറഞ്ഞതാ പിസയുടെ മുകളിൽ നൂഡിൽസ് അച്ചാറും ചേർത്തൊന്നും കഴിക്കാൻ പാടില്ലെന്ന്. നീ ഇപ്പൊ വയറ് കൊളായില്ലേ? നീ നിന്റെ ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം കൊച്ചളിയേ. ഓഹോ, നിങ്ങളുടെ 4 പേരുടെയും ശല്യം ഇപ്പോൾ അധികമായി കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ശിക്ഷ തന്നെ മതിയാകൂ. മേഡം, ശിക്ഷ തരികയാണെങ്കിൽ ഞങ്ങളെ ഐസ്ക്രീം കടയിൽ പൂട്ടിയിട്ടാ മതി. അപ്പൊ ശിക്ഷയും കിട്ടും, സന്തോഷവും കിട്ടും. നിങ്ങൾക്ക് ശിക്ഷയല്ല തരേണ്ടത്, നിങ്ങൾക്ക് എക്സസൈസ് ആണ് തരേണ്ടത്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കൊരു യോഗ ടീച്ചറിനെ അപ്പോയിന്റ് ചെയ്യാൻ പോവുകയാണ്. മര്യാദയ്ക്ക് 4 പേരും ദിവസവും എക്സസൈസ് ചെയ്തില്ലെങ്കിൽ പിന്നീട് എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ഞങ്ങൾ ചെയ്തോളാം മേഡം. അതെ മേഡം, ഞങ്ങൾ തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്തോളാം. അതെ മേഡം, ഞങ്ങൾ നന്നായിട്ട് എക്സർസൈസ് ചെയ്തോളാം. ഗുഡ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി യോഗ ടീച്ചറെ അന്വേഷിക്കാൻ പോവുകയാണ്. നിങ്ങൾ എവിടേക്കും പോകരുത്. ഞാൻ ഇപ്പോൾ തന്നെ തിരികെ വരാം. ഇവർക്ക് ആവശ്യം യോഗ ടീച്ചറാണ്. എനിക്ക് ആവശ്യം ഈ വീട്ടിലുള്ള സാധനങ്ങളാണ്. അടിപൊളിയായിട്ടുണ്ടല്ലോ. അടിച്ചുമാറ്റും, എല്ലാം അടിച്ചുമാറ്റും. അതിനെന്തായാലും ഒരു വഴിയുണ്ട്. ഒറിജിനൽ യോഗ ടീച്ചർ വരുന്നതിന് മുമ്പ് ഡ്യൂപ്ലിക്കേറ്റ് ടീച്ചറായിട്ട് വീട്ടിൽ കയറിയേക്കാം. യോഗയ്ക്ക് യോഗയുമായി, അടിച്ചുമാറ്റലിന് അടിച്ചുമാറ്റലുമായി. ഒരു കല്ലിൽ 2 മാങ്ങ. ഏയ്, ഞാനാണ് നിങ്ങളുടെ പുതിയ യോഗ ടീച്ചർ. യോഗ യോഗ യോഗ, നോക്കാം നോക്കാം നോക്കാം. യോഗ യോഗ നോക്കാം നോക്കാം. ഇത്രയും വലിയ പേരോ? ഇത്രയും വലിയ പേരൊന്നും ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റൂല. ഇതെന്റെ കുടുംബത്തിന്റെ പേരാണ് പറഞ്ഞത്. എന്റെ പേര് റംപം പോച്ച്. എന്നെ നിങ്ങളുടെ മേഡമാണ് അയച്ചത്. ഇതിനു മുമ്പ് നിങ്ങൾ യോഗ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ എന്താ, ഞാൻ പറഞ്ഞു തരാലോ. വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഇതുപോലെ വരൂ, ഇരിക്കൂ. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യൂ. വരൂ വരൂ, ഇരിക്കൂ. എളുപ്പമാണ്. ഞങ്ങൾ ഒക്ടോബസ് ഒന്നും അല്ല. ഞങ്ങൾക്കാകെ 2 കൈ മാത്രമേ ഉള്ളൂ. എന്താ, നിങ്ങൾക്ക് 4 പേർക്ക് 8 കൈ ഉണ്ടല്ലോ. മൊത്തത്തിൽ 8. അടിപൊളി. ഇദ്ദേഹത്തിന് ഇത്രയും കൈ ഉണ്ടല്ലോ. ഇദ്ദേഹം തനിച്ച് കൈ കൊട്ടിയാല് ഒരു സ്റ്റേഡിയത്തിന്റെ ഫീൽ ഉണ്ടാകും. അങ്ങനെയല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് ശരി. അപ്പൊ കൈ ഉയർത്തേണ്ട ആവശ്യമില്ലല്ലേ? കണ്ണടച്ചാ കാണിക്കണ്ടേ? ആരും കണ്ണടിക്കരുത്. കണ്ണടിക്കാൻ പാടില്ല, കൈ പൊക്കാൻ പാടില്ല. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞത് നിങ്ങളോട് കൈ ഉയർത്താനാണ്, അല്ലാതെ കണ്ണടിക്കാനല്ല. ഇതൊരു ശീലമാണ്. വേഗം ചെയ്യ്. നഖം ഇങ്ങനെ നന്നായി ഉരസിയാൽ മുടി വളരും. നഖങ്ങൾ തമ്മിൽ ഉരസിയ മുടി വളരുമോ? ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് നന്നായി മുടി വളരും. ഞാൻ വെറുതെ പറഞ്ഞതാണ്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അങ്ങനെ നടക്കാൻ സാധ്യതയുമില്ല. ഞാൻ എന്തൊക്കെ പറയുന്നോ അതൊക്കെ നിങ്ങൾ യോഗ ചെയ്യണം. മനസ്സിലായി. പക്ഷെ നിങ്ങൾ ഈ ചെയ്യുന്നത് പോലെ യോഗ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വെറുതെ സംസാരിക്കണ്ട, നന്നായി ധ്യാനിച്ച് യോഗ ചെയ്യൂ. ശരി, കാലുകൊണ്ട് മൂക്ക് തൊടൂ. വലത്തെ കൈ കൊണ്ട് ഇടത്തെ കാല് തൊടൂ. ഇനി കാത് കൊണ്ട് മൂക്ക് തൊടൂ. മൂക്ക് കൊണ്ട് നാക്ക് തൊടൂ. വലത്തെ കാല് കൊണ്ട് ഇടത്തെ കാലും, ഇടത്തെ കാല് കൊണ്ട് വലത്തെ കാലും. ശരീരം മുഴുവൻ വരിഞ്ഞു മുറുക്ക്. അതാണ് യോഗ. ഇതെന്തൊരു യോഗയാണ്? എനിക്ക് ഒരു പിടിയെ കിട്ടുന്നില്ല. ഇതിന്റെ പേരാണ് മോഷണാസനം. ചില കഴുതകളുടെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കാൻ ഇത് പറ്റിയ ആസനമാണ്. അപ്പൊ നീ ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ടീച്ചറല്ലേ? അതെ, ഞാൻ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റാൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്നെ തടയാൻ കഴിയില്ല. നിനക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കാനും പറ്റില്ല, ഇവിടുന്ന് രക്ഷപ്പെടാനും പറ്റില്ല. ഒരു കാര്യം മാത്രം നന്നായിട്ട് ഓർത്തു വെച്ചോ. അതെയോ? പക്ഷെ ഏത് കഴുതയ്ക്കും എന്നെ തടയാൻ കഴിയില്ല. എടാ, കഴുത ഞാനാണ്, ഞാൻ മാത്രമാ. എന്നാ എന്നെ ഒന്ന് തടഞ്ഞു നോക്ക്. നീ എപ്പോഴെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ? മോഷ്ടിച്ചു നോക്ക്, അപ്പോഴേ അറിയാവൂ അതിന്റെ കഷ്ടപ്പാട്. ഞാനത് ഇപ്പൊ കാണിച്ചു തരാം.
ഇത്രയും സാധനങ്ങൾ ഇയാൾ എങ്ങനെ കൊണ്ടുപോകുന്നത്? ഇനി ഒരു പക്ഷെ മേഡത്തിന്റെ കാറിൽ വെച്ചോണ്ട് പോയാലോ ഇയാള്? അടിപൊളി ഐഡിയ. നീ എന്തായാലും നല്ലൊരു കഴുത തന്നെയാണ്. സോറി, യോഗ ചെയ്തപ്പോ അറിയാതെ പറഞ്ഞു പോയതാ ഞാൻ. നിന്റെ ഐഡിയ എപ്പോഴും നമ്മളെക്കാൾ കൂടുതൽ കള്ളന്മാർക്കാ ഉപയോഗപ്പെടുന്നത്. കൂട്ടുകാരെ, നമുക്ക് ആഹാരം കഴിക്കാനുള്ള സമയമായി. ഒറിജിനൽ യോഗ ടീച്ചർ വരുന്നതിന് മുമ്പ് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് യോഗ ടീച്ചറിനെ കണ്ടുപിടിച്ച് നമ്മുടെ സാധനങ്ങളെല്ലാം തിരികെ വാങ്ങണം. വരൂ പോകാം. ഏ? അല്പം ദൂരം കൂടെ. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, കേൾക്ക്. അവന്റെ വണ്ടി പഞ്ചറായി കഴിഞ്ഞാൽ പിന്നെ നിന്നേ മതിയാകൂ. ഏ? 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 ഏയ്! ഈ കളിയൊന്നും എന്റെ അടുത്ത് നടക്കില്ല മക്കളെ. എന്തൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ ഇവനെ പിടിക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. ഇനി ഞാൻ ഐഡിയ പറയാം. ഹണി, അവൻ ദാ വരുന്നുണ്ട്. സാധനങ്ങളെല്ലാം ഈ ചൂണ്ടുണ്ട്. നീ വലിച്ചു പൊക്കിയെടുക്കണം. എന്തൊക്കെ സംഭവിച്ചാലും നീ ആ ചൂണ്ടന്ന് പിടിവിടരുത്. നിങ്ങൾ ഇതിനു മുമ്പ് സ്കേറ്റിംഗ് ചെയ്തിട്ടുണ്ടോ? പേടിക്കണ്ട, ഇപ്പൊ അതിനുള്ള വഴി ഉണ്ടാക്കി തരാം. ഈ ആസനം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടുണ്ടാവില്ല. ഇതിന്റെ പേരാണ് ചർക്കാസനം. അതിനെ കുറിച്ച് എണ്ണ കൂടെ വേണം. എടാ, നീയല്ലേ നേരത്തെ പറഞ്ഞത് എന്തൊക്കെ സംഭവിച്ചാലും പിടിവിടാൻ പാടില്ലെന്ന്? അതുകൊണ്ട് ഞാൻ ചൂണ്ടയുടെ പിടിവിടില്ല. ലാ 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 ലാ. എന്ത് സംഭവിച്ചാലും ഞാൻ ചൂണ്ടെന്ന് പിടിവിടില്ല. പിടിച്ചോണ്ട് തന്നെ ഇരുന്നോ. നീ കാരണം ഇതൊക്കെ സംഭവിച്ചത്. മറ്റെന്തെങ്കിലും ഐഡിയ ആലോചിച്ചേ മതിയാകൂ. റെഡിയാണോ കൂട്ടുകാരെ? ആദ്യമായിട്ട് ഇപ്പൊ പറക്കാൻ എനിക്ക് പേടിയാവുകയാണ്. ഹണി, നീ കാറ് കേട്ട ഉടൻ തന്നെ പറയണം. അതാ പോകുന്നു കാർ. എടാ, ഞാൻ പറഞ്ഞതാ ഒക്ടോബസിനെ കുറിച്ചാടാ. അതാ നിൽക്കുന്നു ഓക്ടോപ്പസ്. എടാ കഴുതേ, മേഡത്തിന്റെ കാറിനോടൊപ്പം ഡ്യൂപ്ലിക്കേറ്റ് ഒക്ടോബസിനെ കണ്ടാൽ അത് പറയണമെന്നാ പറഞ്ഞേ. അതാ പോകുന്നു മേഡത്തിന്റെ കാർ. അതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഓക്ടോപ്പസും ഉണ്ട്. വരൂ കൂട്ടുകാരെ. എല്ലാരും പിടിവിട്ടോ. അയ്യോ അയ്യോ അയ്യോ. കൊച്ചലിയ, മേഡത് കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും.
നിങ്ങളെ പറ്റിച്ച് ആർക്കെങ്കിലും നിങ്ങൾ മാപ്പ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ നിങ്ങൾ മാപ്പ് കൊടുക്കണം. മാപ്പ് തരണം. എനിക്ക് മാപ്പ് തരണം. ഞാൻ അന്വേഷിച്ചുകൊണ്ടത് കുറ്റവാളി ഇവൻ തന്നെയാണ്. ഇവനെ പിടിച്ചു തന്ന് നിങ്ങൾ കേസ് സോൾവ് ആക്കി. ഇപ്പൊ എന്റെ പ്രൊമോഷൻ കൺഫേം ആയി. കുട്ടികളെ, നിങ്ങൾ എത്ര നല്ല ഹാർഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് തന്നെ യോഗ ചെയ്ത് ഫിറ്റ് ആയിരിക്കുകയാണ് നിങ്ങൾ. ഇല്ല, അത് ഞങ്ങള് ഓടി ചാടി പറന്ന്, അതായത് അതല്ല, പത്മാസനമാണ്. വെരി ഗുഡ്. നിങ്ങൾ ഇങ്ങനെ ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഐസ്ക്രീം പിന്നെ സ്ട്രോബെറി കേക്കും വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എത്ര വേണമെങ്കിലും എടുത്ത് കഴിച്ചോളൂ.